ഷാഫിക്ക, നിങ്ങളിതൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. നിങ്ങളിൽ നിന്നും കേരള ജനത ഇതുപോലൊന്നും ഞങ്ങളിത് പ്രതീക്ഷിച്ചിട്ടില്ല. ഞങ്ങളുടെയൊക്കെ മനസ്സിൽ കേരളത്തിൻ്റെ ജനങ്ങളെ മനസ്സിലാക്കുന്ന, കേരള ജനതയുടെ വികാരം മനസ്സിലാക്കുന്ന, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ലൊരു നേതാവായിട്ടേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിസം വളർത്താം. നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരെ നിങ്ങൾക്ക് തിരിച്ചും സപ്പോർട്ട് ചെയ്യാം. പക്ഷേ കേരള ജനതയുടെ വികാരം എന്താ എന്നുള്ളത് കേരളത്തിലെ കൊച്ചു കുട്ടികൾക്ക് വരെ ഇപ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ്. എന്നിട്ട് പോലും നിങ്ങൾക്കത് മനസ്സിലായില്ല. മുസ്ലിം ലീഗിന് അത് മനസ്സിലായത് കൊണ്ട് തന്നെ മുസ്ലിം ലീഗ് അതിനനുസരിച്ചിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കത് മനസ്സിലായിട്ടും നിങ്ങൾ എന്തുകൊണ്ടത് ആ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്താതിരിക്കുന്നു എന്നുള്ളതാണ് കേരള ജനതയ്ക്ക് ഏറ്റവും കൂടുതൽ വേദന തോന്നിയ ഒരു കാര്യം. നിങ്ങൾ രാഷ്ട്രീയക്കാരാണ്. നിങ്ങൾക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യേണ്ടി വരുമായിരിക്കും. നിങ്ങളെ കൂടെ നിർത്തുന്നവരെ നിങ്ങൾക്ക് കൂടെ നിർത്തണമായിരിക്കും. നിങ്ങളുടെ ഗ്രൂപ്പ് നിങ്ങൾക്ക് നോക്കണമായിരിക്കും. പക്ഷേ കേരള ജനതയുടെ മനസ്സ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അടുത്ത 5 വർഷം കഴിഞ്ഞാൽ വീണ്ടും ഇലക്ഷൻ വരും. അപ്പോഴും അതേ ജനങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾ ചെല്ലണം. അതേ ജനങ്ങളുടെ മുന്നിൽ പോയി നിങ്ങൾ വോട്ട് ചോദിക്കണം. അത് നിങ്ങൾ ആരും ഒരിക്കലും മറക്കരുത്. ഇന്ന് നിങ്ങൾ വീടിനെ ഒഴിവാക്കിയിട്ട് വേറെ ആരൊക്കെ കൊണ്ട് എന്ത് രാഷ്ട്രീയ കളി, എന്ത് ഹൈക്കമാൻഡ് കളി കളിച്ചാലും ജനങ്ങൾ അത് ഒരിക്കലും പൊരുത്തപ്പെട്ട് തരില്ല. മക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വെറും 5 മിനിറ്റ് കൊണ്ട് തീരുമാനിക്കേണ്ട ഒരു മുഖ്യമന്ത്രി സ്ഥാനം ഇത്രയും ദിവസമായി ഇതാകെ കൊണ്ട് വഷളായിട്ട് നാറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്? KC വേണുഗോപാലല്ലേ? ഇതെൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. അദ്ദേഹം നല്ലൊരു നേതാവാണെന്നുണ്ടെങ്കിൽ, ജനവികാരങ്ങൾ മനസ്സിലാക്കുന്ന നേതാവാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം മാറിക്കൊടുക്കല്ലേ വേണ്ടേ? കേരളത്തിലെ എല്ലാ തലമുതിർന്ന നേതാക്കന്മാരോടും കുട്ടി നേതാക്കന്മാരോടും പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ രാഷ്ട്രീയ കളിയും ഹൈക്കമാൻഡ് കളിയും ഗ്രൂപ്പ് കളിയും എല്ലാം കളിച്ച് അവസാനം VD സതീശനെ നിങ്ങൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ട് ജനങ്ങളുടെ മുന്നിൽ ഒന്ന് ചെന്ന് നോക്കി.